ഞാൻ ആ ജോലി കിട്ടുന്ന വിചാരിച്ച്, അല്ലെങ്കിൽ അങ്ങനെ ഈ എക്സ്പെക്ട് ചെയ്യുന്നൊന്നും നടക്കില്ലല്ലോ. ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മീ ആര്യ. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലേ, ഓവർ എക്സ്പെക്ടേഷൻ നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓവർ എക്സ്പെക്ടേഷൻ കാരണം നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാണ്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ, സ്ട്രെസ്, സാഡ്നെസ് എല്ലാം അല്ലെ. നമുക്ക് തന്നെ അറിയാം, ആ ഒരു ഓവർ എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ് കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോവാണ് പലതും. മീൻസ് റിയാലിറ്റി അല്ലാത്ത ഫാന്റസി പോലും നമ്മൾ എക്സ്പെക്ട് ചെയ്യും. അതൊന്ന് റിയാലിറ്റി ആയിരുന്നെങ്കിൽ. മോസ്റ്റ്ലി അല്ലെങ്കിൽ മോസ്റ്റ് കേസസ് നമ്മൾ എടുത്തു വരുമ്പോൾ ഇപ്പൊ റിലേഷൻഷിപ്പ് കേസിന്റെ ഒക്കെ വരുന്ന സമയത്ത് പലരും പറയുന്ന കാര്യമാണ്, ഞാൻ എന്റെ പാർട്ട്ണർ ഇന്നത് എക്സ്പെക്ട് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഞാൻ എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ പറയുന്നത് വിചാരിച്ചിരുന്നു. ഇനിയിപ്പം പാരന്റ്സ് ആണെങ്കിൽ അവരെ കുട്ടികൾ ഇങ്ങനെ ചെയ്തു, ഞങ്ങൾ ഇങ്ങനെയായിരുന്നു എക്സ്പെക്ട് ചെയ്തത്, അല്ലെങ്കിൽ ഞങ്ങൾ അവരെ കുറിച്ച് ഇങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്തത്, അങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്തത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്തൊരു കാര്യം എന്താ വെച്ചാല്, മറ്റുള്ളവരൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ഓരോ ഇൻഡിവിജ്വൽസും അവരുടെ രീതിക്കനുസരിച്ച് അവരുടെ സ്റ്റൈൽസിനനുസരിച്ചാണ് ജീവിക്കുന്നതും ബിഹേവ് ചെയ്യുന്നതും ഒക്കെ. നമുക്കൊരിക്കലും ഇന്ന രീതിയിൽ ഒരാൾ ബിഹേവ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇന്ന അച്ചീവ്മെന്റ് കിട്ടണമെന്നോ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, വാശി പിടിക്കാൻ പറ്റില്ല. അപ്പം മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഓവർ എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. പലപ്പോഴും പാർട്ട്നേഴ്സിന്റെ ഇടയിലൊക്കെ ഇഷ്യൂസ് വരുമ്പോൾ ലാസ്റ്റ് അമ്മയ്ക്ക് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് തന്നെ ആ ഒരു ഇൻസൈറ്റ് ഉണ്ടാവും. അതായത് ഇന്ന കാര്യം ഞാൻ ഇന്നത് എക്സ്പെക്ട് ചെയ്തില്ല എങ്കിൽ എനിക്ക് പ്രശ്നമില്ല. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഓവർ എക്സ്പെക്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഓവർ എക്സ്പെക്ടേഷൻ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. കുറച്ചുകൂടെ ലൈഫ് സ്മൂത്ത് ആയി പോകാൻ വേണ്ടി അത് നമ്മളെ സഹായിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യുക, എപ്പോഴെങ്കിലും അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ ആ പ്ലാൻസ് എല്ലാം നോട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. സോ അതൊന്ന് റീഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ ഇതിന്റെ റിയാലിറ്റി, എന്തൊക്കെയാ ഞാൻ ഡ്രീം കാണുന്നത്. നമ്മളെല്ലാവരും മിക്ക സമയത്തും ഒരു ഫാന്റസി വേൾഡിലൊക്കെ ആയിരിക്കും. പക്ഷെ അതിന്റെ ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാല്, ഏതെങ്കിലും ഒരു പോയിന്റില് നമ്മൾ ആ റിയാലിറ്റിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഒരിക്കലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം ആദ്യമേ ആ റിയാലിറ്റിയായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നമുക്ക് മെന്റലി ഒരു വെൽബീയിങ് ആയിരിക്കാൻ, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിന് ഏറ്റവും നല്ലത് അതാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അത് കാരണം, അല്ലെങ്കിൽ സ്ട്രെസ് ലെവൽ കൂടുക, സാഡ്നെസ് കൂടുക, നമ്മളെ കൺട്രോളിലല്ലാത്ത അവസ്ഥ വരുന്ന സമയത്ത് നല്ലൊരു കൺസൾട്ടേഷൻ, ഒരു കൗൺസിലിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഓപ്പൺ അപ്പ് ആവാൻ വേണ്ടി പറ്റും. നമുക്കൊരു ഇൻസൈറ്റ് മേ ബി അവരിലൂടെയെങ്കിലും ഗൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ താങ്ക് യു.